പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ജനുവരി 20 കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ആഗോള സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ തിരുനാൾ ദിനം. കേരളത്തിൽ എത്രയെത്ര തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. അർത്തുങ്കൽ, കാഞ്ഞൂർ, അങ്ങനെ ഒത്തിരി തീർത്ഥാടന കേന്ദ്രങ്ങൾ. അവിടങ്ങളിലൊക്കെ ഇന്ന് തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മളിന്ന് സഭയോടൊപ്പം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും വിശുദ്ധൻ്റെ ഒരു പ്രത്യേക മാധ്യസ്ഥ്യ ശക്തി നമ്മിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പഞ്ഞം പകർച്ചവ്യാധികളിൽ നിന്നുള്ള നാട്ടുസൂക്കേടുകളിൽ നിന്നൊക്കെ പ്രത്യേക മാധ്യസ്ഥ്യം ഉള്ള വിശുദ്ധനായിട്ടാണ് വിശുദ്ധനെ കണക്കാക്കുക. നമുക്കതുകൊണ്ട് നമ്മുടെ ഓരോ പള്ളികളിലും ഇടവക മധ്യസ്ഥൻ വേറെ ആണെങ്കിലും സെബസ്ത്യാനോസിനെ പ്രത്യേകമായി വണങ്ങുകയും തിരുനാളൊക്കെ ആഘോഷിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധനുണ്ടായിരുന്ന വലിയ ആത്മധൈര്യം, ഒരു വിശ്വാസി എന്ന നിലയിലുള്ള നമ്മുടെ ധൈര്യം, അത് നമുക്ക് ചോദിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് ധൈര്യത്തോടെ ജീവിക്കാൻ, ആരുടെ മുമ്പിൽ തലകുനിക്കാതെ കർത്താവിലുള്ള വിശ്വാസത്തിൽ മരണം വരെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്കെപ്പോഴെങ്കിലും ഈശോയ്ക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചിട്ടില്ല എങ്കിൽ, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ഈ വിശ്വാസപരമായി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എവിടെയെങ്കിലും നമ്മൾ കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ
കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ധീരതയുടെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങ് രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാൻ്റെ മഹനീയ മാതൃകയാൽ ഉദ്ബോധിതരായി മനുഷ്യരെ കാളുപരി അങ്ങയെ അനുസരിക്കുവാൻ ഞങ്ങൾ പരിശീലിക്കുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുവാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ അധികാരത്തിന്റെ ചെങ്കോലയക്കും. ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടി കൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും. ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്.
ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാൻ്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങൾ വേണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് ഓർക്കുമ്പോഴും എനിക്ക് അറിയാതെ വരുന്നൊരു വാക്കാണ് ഇരുവട്ടം രക്തസാക്ഷി. ഇരുവട്ടം രക്തസാക്ഷി. പണ്ട് എപ്പോഴോ ഒരു ഫിലിം ഉണ്ടായിട്ടുണ്ട്, ഇരുവട്ടം മണവാട്ടി എന്ന് പറഞ്ഞിട്ട്. കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ഫിലിമാണ്. ഞാൻ കണ്ടിട്ടില്ല, ടൈറ്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു രസകരമായ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടൈറ്റിലാണ് ഇരുവട്ടം രക്തസാക്ഷി. ഈ വിശുദ്ധന് മാത്രമായിരിക്കാം ഒരുപക്ഷെ 2 വട്ടം കർത്താവിന് വേണ്ടി രക്തം ചിന്താനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. ഫ്രാൻസിൽ ജനിച്ച നർബോണ എന്ന നഗരത്തിൽ ജനിച്ച വിശുദ്ധൻ ബാല്യത്തിൽ തന്നെ നല്ല ക്രൈസ്തവ വിശ്വാസം പരിശീലിച്ചിരുന്നു. AD 283 ആണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അദ്ദേഹം സൈന്യത്തിൽ ചേർന്നു. എന്നിട്ട് ക്രിസ്ത്യാനികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവരെ രഹസ്യമായി സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് അത്ര താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല സൈന്യത്തിൽ ചേരണമെന്ന്, പക്ഷെ ക്രിസ്ത്യാനികളെ സഹായിക്കണം, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ചേർന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സൈനിക ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന ചില സുഹൃതങ്ങൾ, അത് ബുദ്ധിസാമർഥ്യം, വിവേകം, ധീരത. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നല്ല സ്ഥാനക്കയറ്റങ്ങൾ ലഭിച്ചിരുന്നു. AD 285 ഡയോക്ലിഷ്യൻ ചക്രവർത്തി ഉടലെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മതപീഡനം നടത്തിയിരുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് സൈന്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ എന്ന ആ അംഗത്തിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ വിശ്വസ്തതയും ജോലിയോടുള്ള സമർപ്പണമൊക്കെ കണ്ടിട്ടാണ് അതങ്ങനെ കിട്ടിയത്. പക്ഷെ ആരോ ഒരാൾ ഒറ്റിക്കൊടുത്തു, സെബസ്റ്റിയാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ചക്രവർത്തിക്ക് ഇദ്ദേഹത്തോടുള്ള സ്നേഹം മൂലം ഒരു ചാൻസ് കൊടുത്തു. ജൂപ്പിറ്റർ എന്ന അന്യദേവനെ ആരാധിച്ചാൽ നിനക്ക് നിൻ്റെ ജീവൻ തിരികെ തരാം. അപ്പോൾ സെബസ്റ്റിയാൻ നല്ല തികഞ്ഞ ക്രിസ്ത്യാനിയായതുകൊണ്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിച്ചില്ല. ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അന്യദേവ ആരാധനയെ നിഷേധിച്ചു. അപ്പോൾ
അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ മരത്തിൽ വരിഞ്ഞു കെട്ടി മരിക്കുവോളം അമ്പ് ചെയ്ത് കൊല്ലുക. അങ്ങനെ അമ്പ് ഏൽപ്പെട്ടു. അദ്ദേഹം മരിച്ചു എന്ന് കരുതി അവരങ്ങ് പോയി. പക്ഷെ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഐറിൻ എന്നു പേരുള്ള ഒരു സ്ത്രീ ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയി ശുശ്രൂഷിച്ചു. അങ്ങനെയാണ് വീണ്ടും അദ്ദേഹം സൗഖ്യം പ്രാപിച്ച് അങ്ങനെ വരുന്നത്. പക്ഷേ സേഫ് സോണിൽ നിൽക്കാനായിട്ട് ഐറിൻ ഉപദേശിച്ചു, ഇപ്പം ചക്രവർത്തി അടുത്തേക്ക് പോകണ്ട, ഇപ്പം പോകരുത്. പക്ഷേ ഉടനെ പോയിട്ട് ആ ക്രിസ്തുവിയുടെ വിശ്വാസം വീണ്ടും ഏറ്റുപറഞ്ഞു. അങ്ങനെയാണൊരു ഗഥ കൊണ്ട് അടിച്ച് അദ്ദേഹത്തെ കൊന്നു എന്നാണ് പറയപ്പെടുക. അപ്പോൾ നമുക്ക് 2 വട്ടം 2 പ്രാവശ്യം വളരെ ക്രൂരമായി കർത്താവിന് വേണ്ടിയിട്ട് രക്തം അത് ചിന്തി, കർത്താവിന് വേണ്ടി അത്ര പീഡിപ്പിക്കപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ തിരുനാളാണ് നമ്മൾ ഇന്ന് കൊണ്ടാടുന്നത്. നമുക്കതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഇദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ വിവേകം, നീതി, മനസ്ഥൈര്യം, സംയമനം. ഇത് യഥാർത്ഥത്തിൽ മൗലിക സുകൃതങ്ങളാണ്. നമ്മൾ കാറ്റീസമൊക്കെ പഠിക്കുമ്പോൾ അതികുർബാന സ്വീകരണത്തിനും കാറ്റീസം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കാര്യമാണ് മൗലിക സുകൃതങ്ങൾ. ഇംഗ്ലീഷിലെ കാർഡിനൽ വെർച്യൂസ് എന്നാണ് പറയുക. അപ്പോൾ വിവേകം വേണം, നീതി വേണം. നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുക്കാൻ, ഒരാൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക. വിവേകം പെട്ടെന്ന് മനസ്സിലായല്ലോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും വിവേകം എന്താണെന്നും. നീതി ഒരാൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക, അപ്പനും അമ്മയ്ക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക, ദൈവത്തിന് അർഹതപ്പെട്ടത് കൊടുക്കുക. അർഹതപ്പെടാത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അർഹതപ്പെട്ടത് കൊടുക്കണം. അതാണ് നീതി. നമ്മൾ നീതിമാൻ എന്ന വാക്ക് യൗസേപ്പ് പിതാവായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. ദൈവമാണ് നീതിമാൻ, നമ്മളോട് കാണിച്ച നീതിയാണ് യേശു ക്രിസ്തു. യഥാർത്ഥത്തിൽ ദൈവമാണ് നീതിമാൻ. അപ്പോൾ നീതി. ഇനി മനസ്ഥൈര്യം, അതിന് ധൈര്യം എന്ന് പറയും. ധൈര്യം, നല്ല ധൈര്യമുണ്ടാകുക. ധൈര്യം, നല്ല ചങ്കുറപ്പോടുകൂടെ ജീവിക്കാൻ സാധിക്കുക. അന്യദേവനെ ആരാധിക്കലെന്ന് പറഞ്ഞത് വലിയ ധൈര്യമായി. വീണ്ടും മരണപ്പെടാൻ ഏറെ സാധ്യതയുണ്ടായിട്ടും വീണ്ടും രാജാവിന് മുമ്പിലേക്ക് നല്ല നെഞ്ചും പിരിച്ച് ചെന്ന് ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തുവിനെ ആരാധിക്കുകയുള്ളൂ എന്ന് പറയാൻ കാണിച്ച ധൈര്യം. പേടിച്ചരണ്ടതുപോലെ ജീവിക്കുന്നത് ഒരു ക്രൈസ്തവന് ചേർന്നതല്ല. അപ്പോൾ ഇനി സംയമനം, ആത്മസംയമനം. അതും ഒരു 4 സുകൃതങ്ങളാണ്, മൗലിക സുകൃതങ്ങൾ. വിവേകം, നീതി, മനസ്ഥൈര്യം, സംയമനം. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിവേകത്തിൻ്റെ പേരിൽ ധൈര്യം നമ്മളിങ്ങനെ മറച്ചു പിടിക്കും. വിവേകത്തിൻ്റെ പേരിൽ ധൈര്യം നമ്മൾ മറച്ചു പിടിക്കും. നമുക്ക് ധൈര്യം ഉണ്ടാകും, പക്ഷെ നമ്മൾ കാണിക്കില്ല. വിവേകം അല്ലാണ്ടങ്ങ് വിവേകം ഇല്ലേ, പ്രൂഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, പാസ്റ്ററൽ പ്രൂഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്, ഇപ്പോൾ ഒന്നും മിണ്ടണ്ട, ഇപ്പം മിണ്ടി ആകെ നമ്മൾ നാറും എന്ന് പറഞ്ഞിട്ട് മിണ്ടുകയില്ല. വിവേകം വെച്ചിട്ട് ധൈര്യം ഇല്ലാണ്ടാക്കി കളയും. ഇത് ബൈബിളിൽ നമ്മൾ അങ്ങനെ വിവേകം കളഞ്ഞ കുറേ പേരുണ്ട്. വിവേകം കളഞ്ഞവരുണ്ട്, ധൈര്യം കളഞ്ഞവരുണ്ട്. ഇതെല്ലാം വേണം. അപ്പോൾ ബൈബിളിൽ നമ്മൾ കാണുന്ന കാര്യമാണ് സ്റ്റെഫാനോസ് യഥാർത്ഥത്തിൽ നല്ല അടിപൊളി പ്രസംഗം നടത്തി. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നറിയാമോ? അത് കേട്ടോണ്ടിരുന്നവരും അവരത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞത് സ്റ്റെഫാനോസ്? യേശുവിനുള്ള വിശ്വാസത്തെ പ്രതി പ്രസംഗിച്ചപ്പോഴും അത് കേട്ടോണ്ടിരുന്ന വിരോധികൾ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. അപ്പോൾ സ്റ്റെഫാനോസിന് സഭയിൽ ആദ്യത്തെ രക്തസാക്ഷി എന്ന പദവി കിട്ടിയിട്ടുണ്ട്. ഈശോയെപ്പോലെ മുട്ടുമേ വീണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റെഫാനോസ് ഡിസംബർ 26 വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുക. അപ്പോൾ ഈ വിശുദ്ധനെ നമുക്ക് ഇങ്ങനെ ധൈര്യം കുഴിച്ചു മൂടിയിരുന്നെങ്കിൽ, ധൈര്യം നശിപ്പിച്ച് കളഞ്ഞത് അങ്ങനെ ഒരു വിശുദ്ധനെ നമുക്ക് കിട്ടുമായിരുന്നു. ഇനി പത്രോസ് വിവേകം ഉപയോഗിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം, നമ്മളെല്ലാ സുവിശേഷത്തിലും കാണുന്ന കാര്യമാണ്. ആ പരിചാരികയുടെ മുമ്പിൽ ഈശോയെ തള്ളിപ്പറഞ്ഞു. അപ്പം സേഫ് അതാണെന്ന് കരുതി, അതാണ് സേഫ്. ഈശോയെ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചോണ്ട് പോവും. അപ്പം സേഫ് സോൺ കളിക്കുക. ആത്മീയ ജീവിതത്തിൽ പ്രിയ മക്കളെ, സേഫ് സോൺ കളിച്ചാൽ ദൈവവും സേഫ് സോൺ കളിച്ചുകൊണ്ടിരിക്കും.
ദൈവം റിസ്ക് എടുക്കില്ല. നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം തരാൻ ദൈവത്തിന് കുറച്ച് റിസ്ക് ഉണ്ട്. എല്ലാം ഒന്നും ശരിയായിട്ടൊന്നും അല്ലല്ലോ നമ്മൾ അനുഗ്രഹം ചോദിക്കുന്നത്. എല്ലാം ഒന്നും ശരിയാക്കാതിരുന്നിട്ടും നമുക്ക് അനുഗ്രഹം തരണമെങ്കിൽ ദൈവം കാണിക്കുന്ന റിസ്ക്കാണത്. അപ്പം നീ റിസ്ക് എടുത്തില്ലെങ്കിൽ, എല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ എല്ലാം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുമ്പോൾ നീ ചോദിക്കുന്ന കാര്യം, മകൻ്റെ കല്യാണം, മകൻ്റെ കുടുംബജീവിതം, കടബാധ്യത, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ നീ ചോദിക്കുമ്പോൾ പോലും സേഫ് സോൺ കളിച്ചുകൊണ്ട് നീ ഒരു കുഞ്ഞു കാര്യം പോലും നീ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. വെറുതെ ഒന്ന് ഒരു ജീവിതം ചിന്തിച്ച് നോക്ക്, നിങ്ങളുടെ ജീവിതം ഒന്ന് ചിന്തിച്ച് നോക്ക്. സേഫ് സോൺ കളിച്ച് വലിയ 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 കാര്യങ്ങൾ നീ ചോദിച്ചിട്ടും നിനക്ക് നിന്റെ സേഫ് സോൺ കളിയെ പ്രതി നീ നിന്റെ ദൈവത്തിന് ഒരു കുഞ്ഞു കാര്യം പോലും നീ കൊടുക്കാൻ നീ തയ്യാറല്ല. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ട് പോലും നമുക്ക് ചിലത് വേണ്ടാത്ത കാര്യങ്ങൾ വിട്ടുപേക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല. ഈ അനുഗ്രഹത്തിൻ്റെ മണ്ണിൽ നിന്നിട്ട് പോലും മാതാവേ, കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയാൻ നമ്മൾ നാവ് ഉയർത്തുമ്പോഴും നമ്മളെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. അതാണ് നമ്മൾ ഈ വിവേകം കളി. അപ്പോൾ വിവേകം കളിച്ചിട്ട് വലിയ വിവേകം, ആളുകളൊക്കെ സേഫ് സോണിലാക്കി എല്ലാം നമ്മൾ വിവേകം കളിച്ച് നമ്മൾ വലിയ അനുഗ്രഹത്തിനാണ് തടസ്സമിടുന്നത്. അപ്പോൾ പത്രോസിന് അങ്ങനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിന് ബോധം വീണു. പിന്നീട് പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസിന് നല്ല ബോധ്യം കിട്ടി, യേശുനാമത്തെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടുമെന്ന്. അതിന് പത്രോസിന് തെളിവ് കിട്ടിയത് ഒരു അനുഭവത്തിലൂടെയാണ്. പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കി ജന്മനാ മുടന്തൻ അദ്ദേഹം ഇങ്ങനെ പത്രോസിനെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പം തന്നെ അവൻ എഴുന്നേറ്റ് നടന്നു. ഇത് കൺമുമ്പിൽ കണ്ടതുകൊണ്ട്, ഒരു അനുഭവം കിട്ടിയത് കൊണ്ട് പത്രോസ് പിന്നെ സേഫ് സോണുകളിൽ നിർത്തിയിട്ട് പത്രോസ് പിന്നെ കർത്താവിനെ ഏറ്റുപറയാൻ തുടങ്ങി. നടപടി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവർ ചോദിക്കണം, അപ്പോസ്തലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്തധികാരത്താലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത്? അതായത് ജന്മന മുടന്തൻ എഴുന്നേറ്റ് നടന്നു. അപ്പം പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, ഏത് മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയെന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവൻ ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറയ്ക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നടപടി പുസ്തകം 4:12 പത്രോസ് പറയുന്ന കാര്യമാണ്, ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇവിടെ വെള്ളം ചേർക്കാൻ പത്രോസ് തയ്യാറല്ല. വിവേകം കാണിച്ച് ധൈര്യം ചോർത്തിക്കളയാൻ പത്രോസ് തയ്യാറല്ല. പത്രോസ് ധൈര്യം കാണിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് വലിയൊരു അനുഗ്രഹമായി നമ്മുടെ മുന്നിലെ വിശുദ്ധരെ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സെബസ്ത്യാനോസ് പുണ്യവാളൻ, ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വലിയ ധൈര്യമുള്ള വിശുദ്ധരെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ധൈര്യം തരണമേ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലും കാണിക്കാതെ പിശാചിനെയും കൂടെ ഇരുത്തിയിട്ട് കർത്താവിനെ വിളിക്കുന്ന രീതി വിട്ടിട്ട് പൂർണ്ണമായിട്ടും പിശാചിനെ വിട്ടുപേക്ഷിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ, ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ, ഈശോയാണ് ഏക രക്ഷകൻ എന്ന് പറയാൻ, നമ്മുടെ ജീവിതം കൊണ്ടോ വാക്കുകൊണ്ടോ മറ്റിടങ്ങളിലും ഒക്കെ രക്ഷ ഉണ്ട്, അങ്ങനെ പറയാത്ത വിധത്തിൽ ആകാശത്തിൻ കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് അങ്ങനെ ജീവിക്കാൻ, അങ്ങനെ പറയാൻ, അങ്ങനെ പ്രഘോഷിക്കാൻ, അങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് അനുഗ്രഹം ചോദിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമേ ജീവിതം എന്നെയുമെൻ സർവവും നിൻ തിരുബലിയിൽ
പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ ചെയ്യും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, രക്തസാക്ഷിയായ അങ്ങേ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സ്മരണയാഘോഷത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ അങ്ങേക്ക് സ്വീകാര്യമായി തീരട്ടെ. ഈ പുണ്യവാൻ ചൊരിഞ്ഞ രക്തം അങ്ങ് തിരുമുമ്പിൽ അമൂല്യമായിരുന്നത് പോലെ ഈ കാണിക്കകളും അങ്ങേ മഹിമയ്ക്ക് പ്രീതികരമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസ് ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയം വെണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ
മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസഫിനോടും
അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങ് ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയമാക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്ത് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോ